ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എന്താണ് വിശേഷം എന്ന് പറ. ഇന്ന് എനിക്ക് നേരത്തെ കുളിച്ചെന്നാണ് ഞാൻ നേരത്തെ അമ്മ ഇന്നലെ പറഞ്ഞ് അതിന് നമ്മൾ നാളെ ഒരു ബ്ലോഗ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ആ ബ്ലോഗ് എടുക്കുന്നോളാണ് ഞാൻ നേരത്തെ കുളിച്ചത്. സത്യമായി തന്നെ പൊന്നൂട്ടി പറഞ്ഞു. ഇന്നലെ അമ്മ പറഞ്ഞായിരുന്നു നമ്മൾ നാളെ ഒരു ബ്ലോഗ് എടുക്കും, അതുകൊണ്ട് നേരത്തെ കുളിക്കണമെന്ന് അമ്മ പറഞ്ഞു. അതുകൊണ്ട് പൊന്നൂട്ടി നേരത്തെ കുളിച്ച് റെഡി ആയിട്ടിരിക്കുകയാണ്. പൊന്നൂട്ടി അല്ലെങ്കിലും എന്നും ഈ സമയത്ത് തന്നെ കുളിക്കാറുണ്ട്. സ്കൂളിൽ നിന്നൊക്കെ വന്ന ഉടനെ പൊന്നൂട്ടിയെ കുളിപ്പിക്കാറുണ്ട്. ഇന്ന് നമ്മുടെ വീട്ടിൽ 2 ഗസ്റ്റ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മളെല്ലാം ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നത്. നമ്മളെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. അവരെയും വെയിറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇരിക്കുവാണ്. ഇനി ആരൊക്കെയാണ് വരുന്നതെന്ന് പൊന്നൂട്ടി പറ. അവരെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇനി അവര് കല്യാണ പെണ്ണും കല്യാണ ചെറുക്കനും ഒന്നുമല്ല. ആരൊക്കെയാണ്? നന്ദുമാവന്റെ പെണ്ണിന്റെ പേരെന്തുവാ പറ. ഭവ്യ ആൻറ്റി. അവളുടെ പേര് പഠിക്കാൻ വേണ്ടിയിട്ട് സമയമൊന്നും ആയില്ല. ഇന്നപ്പം അവർ വിരുന്നിന് വരുന്നുണ്ട്. അവർ വൈകിട്ടേ വരുവോളെന്ന് പറഞ്ഞ് അവർക്ക് കഴക്കൂട്ടത്ത് ഞങ്ങളുടെ വേറൊരു ചേച്ചിയുടെ വീട്ടിൽ വിരുന്നുണ്ട്. അതിന് ഉച്ചയ്ക്ക് പോയിട്ട് വൈകിട്ട് വരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ അവരെയും വെയിറ്റ് ചെയ്ത് നമ്മളിങ്ങനെ ഇരിക്കുവാണ്. അപ്പം ഇന്നലെ അവർ വരുമെന്ന് വിളിച്ചു പറഞ്ഞപ്പോഴേ എനിക്ക് സന്തോഷമായി. കാരണം ഇന്ന് എനിക്കൊരു കണ്ടൻറ്റ് കിട്ടിയല്ലോ. എന്തിടും, എന്ത് വീഡിയോ ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒത്തുവരും. അങ്ങനെ അവരെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവർ വന്നിട്ട് കാണാം. ഓക്കേ. അങ്ങനെ നമ്മൾ കാത്തിരുന്ന 2 പേരും എത്തി. അവരെത്തിയപ്പോഴേക്കും 7:30-8 മണി ആവാറായിരുന്നു. കാരണം കഴക്കൂട്ടത്തുനിന്ന് വെഞ്ഞാറമൂട് വരെ എത്തണമെങ്കിൽ അധികം ദൂരമില്ലെങ്കിലും നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇന്നലെ വീക്കെൻഡും കൂടെ അല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അവരിങ്ങ് എത്തിയപ്പം ഒരു സമയമായി. പിന്നെ കുറച്ച് നേരം കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. ഞാനും അവനും 8ാം ക്ലാസ് തൊട്ടുള്ള ഫ്രണ്ട്സും കൂടി ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവളവിടെ പോസ്റ്റ് അടിച്ചിരിപ്പുണ്ടായിരുന്നു. പൊന്നൂട്ടിക്ക് ഭയങ്കര നാണമായിരുന്നു. പൊന്നൂട്ടി അവൻ്റെ അടുത്തോട്ടൊന്നും ആദ്യം പോയില്ല. അവളടുത്തോട്ട് ഒട്ടും പോയില്ല. അവളെ കണ്ടപ്പോഴേ നാണിച്ച് അമ്മേരെ അടുത്ത് കസേരയുടെ ബാക്കിൽ ചെന്നിരിക്കുകയാണ്. ഭയങ്കര നാണമായിരുന്നു പൊന്നൂട്ടിക്ക് ഇന്നലെ അവരെ കണ്ടപ്പോൾ. അപ്പോൾ അമ്മ ചോദിച്ചു, നീ എന്ത് മിണ്ടാതെ, നീ ഇത്രയും നേരമായിട്ട് അവരെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് നീ എന്ത് മിണ്ടാതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, അത് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരല്ലേ, അങ്ങനെ നമ്മൾ പെട്ടെന്ന് മിണ്ടാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം കാര്യം പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചു. അവന് 2 ദിവസമായിട്ട് അവന് ലൂസ് മോഷൻ എന്നൊക്കെ പറയുന്നിട്ട് അവൻ അധികം ഒന്നും കഴിച്ചില്ല. വെറുതെ ഒരപ്പവും ഒരു പൊറോട്ടയും കണ്ട് കഴിച്ചെന്ന് വരുത്തി. അല്ലെങ്കിൽ അവൻ കഴിക്കുന്നതാണ്. അവളും വലുതായിട്ടൊന്നും കഴിച്ചൊന്നുമില്ല. അവൾ പറഞ്ഞ്, ചേച്ചിയുടെ ചാനൽ ഞാൻ വീട്ടിലെല്ലാവരെയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞങ്ങളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. അവനൊട്ടും കഴിക്കാൻ വയ്യ. അവൻ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പോയി കിട്ടിയാൽ മതി എന്നും പറഞ്ഞാണ് അവൻ ഇരിക്കുന്നത്. അവൻ നാട്ടിൽ വന്നപ്പോൾ തൊട്ട് അവന് പ്രശ്നങ്ങളാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൂടുതലായിട്ട് നമ്മുടെ അവിടെ 10ലൊക്കെ പഠിച്ച ഫ്രണ്ട്സിൻ്റെയൊക്കെ കാര്യം പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അവൾ വല്ല ചതിയാണെന്ന് തോന്നി തിന്നു നോക്കും. അവൾ പിന്നെ ആദ്യമായിട്ട് വരുന്നതാണല്ലോ, അപ്പോൾ അവളധികം മിണ്ടുന്നൊന്നുമില്ല. അവൾ കുറച്ച് നാണിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. പൊന്നൂട്ടിക്ക് ഇനി അവരെ കൂടെയെങ്ങാനും ഞാൻ ഫുഡ് കൊടുത്താലോ എന്ന് പേടിച്ച് പൊന്നൂട്ടി തിരിഞ്ഞിരിക്കുകയാണ്, തിരിഞ്ഞ് നിൽക്കുകയാണ്. പൊന്നൂട്ടിക്ക് ഫുഡ് കഴിക്കാൻ വയ്യ. ഇനി ഞാൻ അവരെ കൂടെ കഴിക്കുമെന്ന് പറഞ്ഞാൽ ചിലപ്പം അവരെ മുമ്പിച്ചിരുന്ന് കരയും. അതുകൊണ്ട് ഞാൻ അവരെ കൂടെ കൊടുത്തില്ല. അവർ പോയിട്ട് സമാധാനമായിട്ട് കൊടുക്കാമെന്ന് വെച്ചു. അവൾ കഴിച്ച് നിർത്തിയെന്ന് എനിക്ക് തോന്നുന്നു, മതിയായിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അവ എന്തൊക്കെയോ തള്ളി മറിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. ഒരു 1.5 മണിക്കൂർ അവർ നിന്നുള്ളൂ ഇവിടെ. അപ്പോഴേക്കും വന്നപ്പോഴേ ലേറ്റായി. പിന്നെ അങ്ങ് പോകണ്ടേ, ഇവിടുന്ന് അങ്ങ് കടയ്ക്ക് എത്തണം. അങ്ങനെ ഉണ്ണിക്കുട്ടൻ്റെ ബൈക്ക് കുറേ നാളുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാതെ വെച്ചേക്കുമായിരുന്നു. നന്ദുവിനെ കൊണ്ട് ഇന്ന് ബൈക്കും സ്റ്റാർട്ട് ചെയ്യിപ്പിച്ച് സ്റ്റാർട്ടാവാൻ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. കുറച്ച് നാളായി എടുത്തിട്ട്, അതുകൊണ്ടായിരിക്കും. അങ്ങനെ ഇവനെ കൊണ്ട് ബൈക്കും സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചു. 1-2 റൗണ്ട് അവൻ്റെ അടുത്തൊന്ന് ഓടിക്കാൻ പറഞ്ഞു. അവൻ ഓടിച്ചിട്ട് പറഞ്ഞു, കൊള്ളാടി, അടിപൊളി. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, സിംഗിൾ സീറ്റായിപ്പോയി. ആ ഒരു പണിയാണ് കിട്ടിയത്. കുഴപ്പമില്ല, സീറ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റും. അത് പെട്ടെന്ന് തന്നെ ചെയ്യണം. അത് കഴിഞ്ഞ് അവൻ വേറെ എന്തൊക്കെയോ പൊന്നൂട്ടി അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊന്നൂട്ടിക്ക് എങ്ങനെയെങ്കിലും അവരങ്ങ് പോയാൽ മതിയെന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്. ഇവിടെ ലൈറ്റില്ല കേട്ടോ. നമ്മുടെ ഗേറ്റിലൊരു ലൈറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അതിപ്പോൾ കേടായിപ്പോയി. മഴയത്ത് വെള്ളം ഇറങ്ങി അത് കേടായി പോയതുകൊണ്ടാണ് ഇത് കുറ്റാക്കൂരി ഇരുട്ട് തോന്നിക്കുന്നത്. അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് അവളും ഇപ്പം കുറച്ച് നേരമൊക്കെ ഇരുന്നത് കൊണ്ട് അവൾ ഒന്നൊക്കെ മിണ്ടി. അങ്ങനെയൊക്കെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോണ്. ഇനിയിപ്പോൾ ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ ലൂസ് മോഷൻ പിന്നെയും വരുമോയെന്ന് അറിയത്തില്ല. എന്തായാലും പേടിച്ച് പോവുകയാണ്. അങ്ങനെ അവർ പോയി.
അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അവർ പോയി പിന്നെ ഞങ്ങളും ഫുഡൊക്കെ കഴിച്ച് പൊന്നോട്ടിക്ക് ഫുഡ് കൊടുക്കാൻ 2 മണിക്കൂർ എടുത്തു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളും കിടന്നുറങ്ങി. അപ്പോൾ ബൈ ബൈ.